നമസ്കാരം. നമ്മളെ 43-ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബജറ്റ് നിർവഹണം നടത്തുന്നത് ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ബജറ്റ് നിർവഹണം നടത്തുന്നത് ആരാണ്? അതാ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്. അത് എക്സിക്യൂട്ടീവാണ്, അഥവാ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവാണ്. അടുത്ത ചോദ്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിന് കീഴിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സംഭാവനകൾ കൺസോളിഡേറ്റഡ് ഫണ്ടിന് കീഴിൽ പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ടിന് കീഴിൽ സംഭാവനകൾ, ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നിവയെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? അത് ഡി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ഡി. ഡി ഫോർ ഡേവിഡ്. ഡി. അതായത് പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ടിന് കീഴിൽ ഗ്രാന്റ് ഇൻ എയ്ഡിനെയും സംഭാവന എന്ന് പറയുന്നത് വരവാണ്, വരവ്, റെസീറ്റ്, അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥർ സൂക്ഷിക്കുന്ന ലോഗ് ബുക്ക് ആരാണ് പരിശോധിക്കുന്നത്? ലോഗ് ബുക്ക് പരിശോധിക്കുന്നത് ആരാണ്? ആൻസർ കൺട്രോളിംഗ് ഓഫീസറാണ് ലോഗ് ബുക്ക് പരിശോധിക്കുന്നത്. അടുത്ത ചോദ്യം, നിയമസഭ വകയിരുത്തിയ തുക ആരുടെ വിനിയോഗത്തിനായിട്ടാണ് നൽകുന്നത്? വിനിയോഗിക്കുന്നത് ആരാണ്? ആർക്കാണ് ഇത് കൊടുക്കുക? ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർക്കാണ്. അടുത്ത ചോദ്യം, ബജറ്റ് എസ്റ്റിമേറ്റിൽ ഒരു അപ്രോപ്രിയേഷൻ യൂണിറ്റിനായി നൽകിയിട്ടുള്ള തുക അല്ലെങ്കിൽ ആ തുകയുടെ ഒരു ഭാഗം ഡിസ്പേഴ്സിംഗ് ഓഫീസറുടെ കൈവശം വയ്ക്കുന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന് താഴെ പറയുന്നവയിൽ ഏത് പദമാണ് ശരിയായതെന്നാണ്. ഡിസ്ബേഴ്സിംഗ് ഓഫീസറുടെ കയ്യിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ മുഴുവൻ തുകയും അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടുള്ള സംഖ്യ, അതായത് ബജറ്റ് എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ വെച്ചാൽ അതിന് എന്താ പറയുക? ഏത് സംഖ്യയാണ് ഇദ്ദേഹം ഈ ഡി ഡി ഒ കയ്യിൽ വെക്കുക? ബജറ്റ് അലോട്ട്മെന്റിൽ വരുന്ന സംഖ്യയാണ്. ബജറ്റ് അലോട്ട്മെന്റിൽ വരുന്ന സംഖ്യയാണ്. അതാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ? യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഹെഡാണ്. ഡീറ്റെയിൽഡ് ഹെഡ് ഇല്ലാത്തടത്ത് മാത്രമാണ് മൈനർ ഹെഡും സബ് ഹെഡും അപ്രോപ്രിയേഷൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. സാധാരണഗതിയിൽ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഹെഡാണ്. അടുത്ത ചോദ്യം, പൊതു ചെലവുകൾക്കുള്ള നിയന്ത്രണം നടപ്പിലാക്കുന്നത് ആരാണ്? ഒരു കൺട്രോളിങ്, പൊതു ചെലവുകളുടെ കൺട്രോളിങ് നടപ്പിലാക്കുന്ന ഏത് വിഭാഗമാണ്? ഓഡിറ്റ് ആണ് ശരിക്കും. ആൻസർ ഓഡിറ്റ് എന്നാണ്. പൊതു ചെലവുകൾക്ക് മേലെ, അടുത്ത ചോദ്യമാണ്, പൊതു ചെലവുകൾക്ക് മേലെ പ്രധാന നിയന്ത്രണം ആർക്കാണ്? അത് നിയമസഭയ്ക്കാണ്. പൊതു ചെലവുകൾക്ക് മേലെയുള്ള പ്രധാന നിയന്ത്രണം എന്ന് പറയുന്നത് നിയമസഭയ്ക്കാണ്. അടുത്ത ചോദ്യം, ഒരു ഗ്രാന്റിനുള്ളിലെ മൈനർ ഹെഡുകൾക്കിടയിൽ തുക പുനർവിനിയോഗം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? അതായത് മൈനർ ഹെഡുകൾക്കുള്ളിൽ ഒരു ഗ്രാൻഡിൽ തന്നെ നിന്നുകൊണ്ടാണ് കേട്ടോ, ഒരു ഗ്രാൻഡിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് മൈനർ ഹെഡുകൾക്കിടയിൽ തുക പുനർവിനിയോഗം എന്ന് പറഞ്ഞാൽ റീഅപ്രോപ്രിയേഷൻ നടത്താനുള്ള അധികാരം ആർക്കാണ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഒരു ഗ്രാൻഡിൻ്റെ ഒരു മൈനർ ഹെഡിൽ ഒരു തുക അധികം വന്നു, ബാക്കി വന്നു, അപ്പോൾ ആ ഗ്രാൻഡിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു ഹെഡിലേക്ക് മാറ്റി കൊടുക്കാം. ആ അധികാരം ആർക്കാണുള്ളതെന്നാണ് ചോദിച്ചത്. ആ അധികാരം ധനകാര്യ വകുപ്പിനാണുള്ളത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. അടുത്ത ചോദ്യം, പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ചെലവുകൾക്ക് മേലുള്ള നിയന്ത്രണം എത്ര ഏജൻസികളാണ് നിർവഹിക്കുന്നത്? അത് പാർലമെന്ററി ഭരണ സംവിധാനത്തിലെ ചെലവുകൾക്കുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് 3 ഏജൻസികളാണ് നിർവഹിക്കുന്നത്. നിയമസഭ വകയിരുത്തിയ തുക ആരുടെ വിനിയോഗത്തിനായിട്ടാണ് നൽകുക? നിയമസഭ ഒരു തുക വകയിരുത്തി അത് കാര്യനിർവഹണം നടത്തണം, എക്സിക്യൂട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കുന്നത്? അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കാണ് നിയമസഭ വകയിരുത്തിയ തുക കൈമാറുന്നത്. അദ്ദേഹമാണ് താഴെ തട്ടിലേക്ക് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷന്മേലുള്ള നിയന്ത്രണം ആരുടെ പ്രത്യേക ഉത്തരവാദിത്തമാണ്? അപ്രോപ്രിയേഷന്മേൽ ഒരു കൺട്രോൾ ഉണ്ടാവണം. അതായത് ഒരു തുക അനുവദിച്ചാൽ ആ തുകയേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല.
അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം ആർക്കാണെന്നാണ്, അത് പ്രത്യേക ഉത്തരവാദിത്വം ആരുടെയാണ്? അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനാണ്, വകുപ്പ് മേധാവിക്കാണ്. അടുത്ത ചോദ്യം, ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർ ട്രഷറി കണക്കുകളുമായി ഒത്തുനോക്കിയ ശേഷം ചെലവ് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് അവരുടെ കൺട്രോളിംഗ് ഓഫീസർമാർക്ക് സമർപ്പിക്കുന്നത് എപ്പോഴാണ്? അപ്പോൾ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാര് ഞാൻ പറഞ്ഞല്ലോ ട്രഷറി കണക്കുമായിട്ട് ഒത്തുനോക്കണം, അതിനാണ് നമ്മൾ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റീകൺസിലേഷൻ നടത്തിയ ശേഷം ചെലവ് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് കൺട്രോളിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. അത് എത്ര കാലത്തിലേക്കാണ് സമർപ്പിക്കേണ്ടത്? ഓരോ മാസവും സമർപ്പിക്കണം, അത് ആൻസർ. പ്രതിമാസം, മന്ത്ലി. അടുത്ത ചോദ്യം, വനം വകുപ്പിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ആരാണ്? വനം വകുപ്പിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. വനം വകുപ്പിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, വാണിംഗ് സ്ലിപ്പുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഒരു സംശയവുമില്ല, അക്കൗണ്ടന്റ് ജനറലാണ്. വാണിംഗ് സ്ലിപ്പുകൾ ഓഡിറ്റ് വിഭാഗമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലും ആരുടെ ഓഡിറ്റ് വിഭാഗമാണ്? അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് വിഭാഗമാണ്. അക്കൗണ്ടന്റ് ജനറലിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് വിഭാഗം വാണിംഗ് സ്ലിപ്പുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ നമ്മൾ ആൻസർ അക്കൗണ്ടന്റ് ജനറൽ ആണ്. അടുത്ത ചോദ്യങ്ങളൊക്കെ അത് തന്നെയാണ്. അനുവദിച്ച തുകയേക്കാൾ, അപ്രോപ്രിയേഷനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ അക്കൗണ്ടന്റ് ജനറൽ ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? വാണിംഗ് സ്ലിപ്പിലൂടെയാണ്. അപ്പോൾ ഒരു എക്സ്പെൻസ് അപ്രോപ്രിയേഷൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൺട്രോൾ ചെയ്യണമല്ലോ, എല്ലാം നിർബന്ധമാണ്, കൺട്രോൾ ചെയ്ത് പോകണം, അപ്രോപ്രിയേഷൻ കൺട്രോൾ ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ഒരു സാധ്യത വന്നാൽ അത് നേരത്തെ അക്കൗണ്ടന്റ് ജനറൽ മനസ്സിലാക്കിയാൽ ആർക്ക് ഇത് കൊടുക്കണം? ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് അയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള മാർഗം എന്ന് പറയുന്നത് വാണിംഗ് സ്ലിപ്പാണ്. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ കൺട്രോളിന്റെ ലക്ഷ്യം എന്തിനെ നിയന്ത്രിക്കലാണ്? അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ തുകയ്ക്ക് അപ്പുറം പോകാൻ പാടില്ല. അപ്പോൾ അത് ചെലവ് നിയന്ത്രിക്കലാണ് അപ്രോപ്രിയേഷൻ കൺട്രോളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ കൺട്രോൾ സമ്പ്രദായം നിലവിൽ വന്നത് എന്നു മുതലാണ്? അത് 1974 ഏപ്രിൽ 1 മുതലാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ സംവിധാനം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഈ അപ്രോപ്രിയേഷൻ കൺട്രോള് ബാധകമായത് ആർക്കാണ്? പ്രധാനമായിട്ടും നമ്മളിങ്ങനെ താഴെ തട്ടിലേക്ക് വരും. അപ്പോൾ ശരിക്കും ആ കൺട്രോള് ബാധകമാകുന്നത് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്ക്, ഓരോ വകുപ്പുകളുടെയും മേധാവികൾക്കാണ്. അത് എന്ന് പറഞ്ഞാൽ ഓരോ വകുപ്പുകൾക്കുമാണ് എന്നാണ് അർത്ഥം. വകുപ്പ് മേധാവി എന്നോ വകുപ്പുകൾക്കോ എന്നൊന്ന് നമ്മൾ പറയാം. ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ആ പദത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആൻസർ ബജറ്റ് നിയന്ത്രിക്കുക എന്നാണ്. അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന വാക്കിന്റെ അർത്ഥം ബജറ്റ് നിയന്ത്രിക്കുക എന്നതാണ്. ഇനി അപ്രോപ്രിയേഷൻ കൺട്രോൾ കേരള ബഡ്ജറ്റ് മാനുവലിന്റെ ഏത് ഖണ്ഡികയിലാണ് നിർവഹിച്ചിരുന്നത്? ഏത് പാരയിലാണ്? നമുക്കറിയാം KBM, അതായത് കേരള ബഡ്ജറ്റ് മാനുവൽ എല്ലാം പാരയായിട്ടാ പറയാ, പാരഗ്രാഫ്, പാര. അപ്പൊ പാര 67 അപ്രോപ്രിയേഷൻ കൺട്രോളിനെ പറ്റി നിർവഹിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒരു ബില്ലിലെ പേയ്മെന്റിനായിട്ടുള്ള അപ്രോപ്രിയേഷൻ ട്രഷറി ഓഫീസർ പരിശോധിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഒരു ബില്ല് പേയ്മെന്റിനായിട്ട് ഒരു ബില്ല് നമ്മൾ സമർപ്പിച്ചു. അപ്പോൾ അതിൽ അപ്രോപ്രിയേഷൻ ഉള്ള ബില്ലാണെങ്കിൽ ആ അപ്രോപ്രിയേഷൻ ട്രഷറി ഓഫീസർ പരിശോധിക്കണം. അപ്പോൾ ട്രഷറി ഓഫീസറെ എന്തിനെ അടിസ്ഥാനമാക്കി ഇത് പരിശോധിക്കാന്ന്? അത് ട്രഷറി ഓഫീസർ എടുത്ത് ഒരു അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിൽ ഇതുവരെ ടോട്ടൽ എമൗണ്ട് അലോട്ടഡ് ഉണ്ടാവും. അതായത് എത്ര ലക്ഷം രൂപയാണ്, എത്ര കോടി രൂപയാണ് ഈ അപ്രോപ്രിയേഷൻ ഉള്ളതെന്നുള്ള കണക്ക് അതിലുണ്ടാവും. അതിൽ എത്ര പിൻവലിച്ചു എന്ന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രജിസ്റ്ററാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ ട്രഷറി ഓഫീസർക്ക് എപ്പോഴായാലും ഈ അപ്രോപ്രിയേഷൻ എമൗണ്ടിനെ എക്സീഡ് ചെയ്ത് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം എവിടെ നോക്കിയാൽ മനസ്സിലാവും? ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബില്ലിലെ പേയ്മെന്റിനായിട്ടുള്ള അപ്രോപ്രിയേഷൻ ട്രഷറി ഓഫീസർ പരിശോധിക്കുന്നത്.
ആ രജിസ്റ്ററിന്റെ പേരാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷനെതിരെയുള്ള ചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള പൊതുവായ നടപടിക്രമങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? അതിനുള്ള പൊതുവായ നിർദ്ദേശം നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകത്തിലാണ്, ബജറ്റ് മാനുവലിൽ ഉണ്ട്, അടങ്ങിയിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ സ്കീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശമ്പളം എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേഷൻ കൺട്രോളിൽ വരുന്ന സംഗതി അല്ല. അപ്പൊ ഇവിടെ ആ ആൻസർ ഉണ്ട്. അതുകൊണ്ടാണ് താഴെ പറയുന്നവയിൽ ഏതാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ സ്കീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ശമ്പളമാണ്. ഇവിടെ തന്നത് വെച്ചാണ് ഞാനിപ്പോൾ ആൻസർ പറഞ്ഞത്. വീണ്ടും യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ചോദിച്ചാൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഡീറ്റെയിൽഡ് ഹെഡ് ഉണ്ടെങ്കിൽ അതാണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. അല്ലാത്ത സാഹചര്യത്തിൽ മൈനർ ഹെഡോ സബ് ഹെഡോ ഉപയോഗിക്കാറുണ്ട്. അതില്ലെങ്കിൽ അപ്പോൾ ഓപ്ഷനിൽ ഏതാ വന്നതെന്ന് നമ്മൾ നോക്കണം, അതിനനുസരിച്ച് ആൻസർ പറയണം. താഴെ പറയുന്നവയെ സർക്കാർ വകുപ്പുകളിൽ ഏതിനാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാധകമായത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, 3 മാസമാണ് അതിൻ്റെ കാലാവധി. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെക്ക് ഉപയോഗിച്ച് മുൻകൂറായിട്ട് പണം പിൻവലിക്കുകയാണ്. അതിനുശേഷം നമ്മളെ അക്കൗണ്ടും ബാക്കി ബില്ലുകളും വൗച്ചറുകളും എല്ലാം ഓഫീസിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങനെയാണ്. അത് ചില പ്രത്യേക വകുപ്പുകൾക്ക് മാത്രമേ ഈ ആനുകൂല്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും കർശനമായ നിയന്ത്രണങ്ങൾ വേറെ വകുപ്പിലുണ്ട്. ആ വകുപ്പുകൾ ഏതാന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ ഉത്തരം എഴുതാലോ. ഒന്ന് PWD ആണ്, പിന്നൊന്ന് പബ്ലിക് ഹെൽത്ത് PHED എന്ന് പറയും, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തത് വനം വകുപ്പാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഈ 3 വകുപ്പുകൾക്കുമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാധകമായിട്ടുള്ളത്. അവരാണ് ചെക്ക് കൊടുത്തിട്ട് പണം പിൻവലിക്കും. ബാക്കി എല്ലാവരും ബില്ല് എഴുതി അതിൻ്റെ വലിയ വൗച്ചർ അങ്ങനെയുള്ള നടപടിക്രമമൊക്കെ പൂർത്തിയാക്കിയിട്ടേ പിൻവലിക്കാൻ പറ്റുള്ളൂ. ഈ 3 ഡിപ്പാർട്ട്മെന്റുകൾക്ക് മറ്റ് ഇത് ബാധകമല്ല. അവർക്ക് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സാണ്. അവരാണ് ചെക്ക് കൊടുത്തിട്ട് ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നവർ, അഥവാ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് അവകാശികളായിട്ടുള്ള PWD, PHED ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട ഏതു ചോദ്യത്തിനും ആൻസർ എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം. വീണ്ടും താഴെ പറയുന്നവയിൽ ഏത് സർക്കാർ വകുപ്പിനാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാധകമായിട്ടുള്ളത്? ഇവിടെ ഉള്ളത് വനം വകുപ്പിനാണ്. നമുക്കറിയാം, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, പൊതുജനാരോഗ്യ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഈ 3 വകുപ്പുകൾക്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാധകമായത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം നിലവിൽ വന്നത് എന്നു മുതലാണ്? കേരളത്തിലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം നിലവിൽ വന്നത് 1974 ഏപ്രിൽ 1 മുതലാണ്. അടുത്ത ചോദ്യം, ട്രഷറിയിൽ നിന്ന് ചെക്കുകൾ വഴി തുക മൊത്തമായി അനുവദിക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്ന ലംസം. ഞാനിപ്പോൾ പറഞ്ഞതാണ്, ട്രഷറിയിൽ നിന്ന് ചെക്കുകൾ വഴി തുക മൊത്തമായി അനുവദിക്കുന്ന സമ്പ്രദായത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? LOC എന്ന് പറയും. LOC എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിലെ വകുപ്പിനാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം ഇല്ലാത്ത ഒരു വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, വനം വകുപ്പും പൊതുജനാരോഗ്യ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും പൊതുമരാമത്ത് വകുപ്പിനും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം അതില്ലാത്ത ഇവിടെ ട്രഷറി വകുപ്പിനാണ്. ഇവിടുത്തെ ഉത്തരമാണ് കേട്ടോ. അപ്പൊ മറ്റത് 3 മനസ്സിലാക്കിയിരിക്കാൻ മതി. ഓക്കെ, അടുത്ത ചോദ്യം, ലെറ്റർ ഓഫ് ക്രെഡിറ്റിലെ ചെലവാകാത്ത തുക എപ്പോഴാണ് അസാധുവാകുന്നത്? അത് മാർച്ച് 31-നാണ് അസാധുവാകുക. അടുത്ത ചോദ്യം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എത്ര മാസത്തേക്കാണ് ഒരേ സമയം അനുവദിക്കുന്നത്? ഒരേ സമയം അനുവദിക്കുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് 3 മാസത്തേക്കാണ്. അടുത്ത ചോദ്യം, എല്ലാ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരും ചെലവിന്റെ കണക്കുകൾ എന്തുമായി ഒത്തുനോക്കി ശരിയാക്കണം? ചെലവിന്റെ കണക്കുകൾ ഒത്തുനോക്കേണ്ടത് ട്രഷറികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കുകളുമായി ഒത്തുനോക്കിയിട്ടാണ് ശരിയാക്കേണ്ടത്. എല്ലാ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരും ചെലവിന്റെ കണക്കുകൾ എന്തുമായിട്ട് ഒത്തുനോക്കണമെന്നാണ്. അതായത് പിന്നെ ചെലവിന്റെ കണക്കുകൾ അതിന് നമ്മൾ ഒത്തുനോക്കുന്നതിന് റീകൺസിലേഷൻ എന്ന് പറയും. അപ്പൊ റീകൺസൈൽ ചെയ്യേണ്ടത് ആരുമായിട്ടാ? ട്രഷറികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കുകളുമായിട്ടാണ് ഒത്തുനോക്കേണ്ടത്. ഇനി
KBM പ്രകാരം സൂക്ഷിക്കേണ്ട ലയബിലിറ്റി രജിസ്റ്റർ ഏത് ഫോം നമ്പറാണ്? ലയബിലിറ്റി മാത്രമാണെങ്കിൽ അത് ഫോം നമ്പർ 13ആണ്. മനസ്സിലായില്ലേ? ലയബിലിറ്റിയും മറ്റെന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് 12ആണ്. ചെലവ് ബാധ്യത രജിസ്റ്റർ 12ആണ്. ഇത് ലയബിലിറ്റി മാത്രമാകുമ്പോൾ അത് KBM ഫോം 13ആണ്. അടുത്ത ചോദ്യം, ബജറ്റ് നിർവഹണം നടത്തുന്ന ആരാണ്? അത് എക്സിക്യൂട്ടീവാണ്, നമ്മൾ പഠിച്ചതാണ്. ഒരു സാമ്പത്തിക വർഷത്തിലെ വരവുകളുടെയും ചെലവുകളുടെയും വിശദമായ കണക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ്. വരവുകളുടെയും ചെലവുകളുടെയും വിശദമായ കണക്ക് എന്ന് പറഞ്ഞാൽ വരവ് ചെലവ് അക്കൗണ്ട് എന്ന് ഉത്തരം പറയാം. അടുത്ത ചോദ്യം, ഇത് നമ്മൾ ഒരിക്കലും മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഒരു തുക തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചതിന് ശേഷം ക്ലെയിമുകൾ ഉപേക്ഷിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ദ റിലിംഗ്വിഷ്മെന്റ് ഓഫ് ഓൾ ക്ലെയിംസ് ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ഓൾ പോസിബിൾ മീൻസ് ഓഫ് റിക്കവറി ഈസ്. അതിനാണ് നമ്മൾ റൈറ്റ് ഓഫ് എന്ന് പറയാം, എഴുതിത്തള്ളൽ. അതായത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും തുക തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചതിന് ശേഷം ക്ലെയിമുകൾ ഉപേക്ഷിക്കുന്നതിനാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് ആൻസർ. അടുത്ത ചോദ്യം, കൺട്രോളിംഗ് ഓഫീസർ നടത്തുന്ന ചെലവ് നിയന്ത്രണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് KBM എവിടെയാണ്? പാര 72ലാണ്. KBM പാര 72ലാണ് കൺട്രോളിംഗ് ഓഫീസർ നടത്തുന്ന ചെലവ് നിയന്ത്രണങ്ങൾ, കൺട്രോളുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ വകുപ്പുകളിലെ ചെലവുകളുടെ റീകൺസിലേഷനെ കുറിച്ച് KBM ഏത് പാരഗ്രാഫിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അത് KBM പാര 72, 3 ആൻഡ് 74. സർക്കാർ വകുപ്പുകളിലെ ചെലവുകളുടെ റീകൺസിലേഷനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന കേരള ബഡ്ജറ്റ് മാനുവലിലെ പാരഗ്രാഫ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുക. അത് 72 പാരഗ്രാഫ് പാര 72, 3, 74. അടുത്ത ചോദ്യം, വകുപ്പുതല ചെലവുകൾ ആരുടെ ബുക്കുകളുമായി വേഗത്തിലും കൃത്യമായും റീകൺസിൽ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. വകുപ്പുതല ചെലവുകൾ ആരുമായിട്ടാണ് റീകൺസിൽ ചെയ്യേണ്ടത്? അക്കൗണ്ടന്റ് ജനറലുമായിട്ടാണ് റീകൺസിൽ ചെയ്യേണ്ടത്. ഈ വകുപ്പുതല ചെലവുകളുടെ കണക്കുകൾ റീകൺസിൽ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ചോദിച്ചത്. വകുപ്പുതല ചെലവുകളുടെ കണക്കുകൾ റീകൺസൈൽ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടേതാണ്. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ഫിനാൻസ് അക്കൗണ്ടുകളും ആരുടെ ബുക്കുകൾ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കുന്നത്? അത് അക്കൗണ്ടന്റ് ജനറലിന്റെ ബുക്കുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം, ട്രഷറിയുടെയും അക്കൗണ്ടന്റ് ജനറലിന്റെയും ബുക്കുകളുമായി വകുപ്പുതല കണക്കുകൾ റീകൺസിലേഷൻ നടത്തുന്നത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ട്രഷറിയുടെയും അക്കൗണ്ടന്റ് ജനറലിന്റെയും ബുക്കുകളുമായിട്ട് വകുപ്പുതല കണക്കുകൾ ഒത്തുനോക്കുന്നത് അല്ലെങ്കിൽ റീകൺസിലേഷൻ നടത്തുന്നത് എന്തിനാണ്? ആൻസർ, ചെലവുകൾക്കും വരവുകൾക്കും, അതായത് എക്സ്പെൻഡിച്ചറിനും റെസീറ്റിനും വേണ്ടിയിട്ടാണ് വകുപ്പുതല കണക്കുകൾ കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെലവുകളും ബോത്ത് എക്സ്പെൻഡിച്ചർ ആൻഡ് റെസീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റീകൺസിലേഷൻ നടത്തുന്നത്. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാരുടെ വ്യക്തിഗത ക്ലെയിമുമായി പേഴ്സണൽ ക്ലെയിംസ് മാറിയ ബില്ലുകളുടെ പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് ആർക്കാണ് അയക്കേണ്ടത്? ഇപ്പോൾ മാസം തോറും ഗസറ്റഡ് ഓഫീസർമാർ അവരുടെ ക്ലെയിംസിന്റെ ബില്ലുകളുടെ സംക്ഷിപ്ത രൂപം അയക്കേണ്ടതുണ്ട് ഓരോ മാസവും. അത് ആർക്കാണ് അയക്കേണ്ടത്? കൺട്രോളിംഗ് ഓഫീസർക്കാണ് അയക്കേണ്ടത്. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാരുടെ പേഴ്സണൽ ക്ലെയിം റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് പ്രകാരമാണ്? അത് KBM ഏത് പ്രകാരമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ KBM പാര 77 പ്രകാരമാണ് ഇത് ഗസറ്റഡ് ഓഫീസർമാർ ഓരോ മാസവും തങ്ങളുടെ പേഴ്സണൽ ക്ലെയിമുകൾ, അതായത് അതുമായി ബന്ധപ്പെട്ട മാറിയ ബില്ലുകളുടെ പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുന്നത് കൺട്രോളിംഗ് ഓഫീസർക്കാണ്. അത് പാര 77 പ്രകാരമാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ധാരണയിലേക്ക് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കുക. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.